നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നഗരവികസനത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിലെ വഴിയോരങ്ങളിൽ സ്ഥാപിച്ച ഇരുമ്പ് കൈവരികൾ തകർത്ത വാഹനങ്ങൾ പാഞ്ഞു കയറുന്നത് പതിവാകുന്നു. നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിലൊന്നായ മൂവാറ്റുപുഴ TB ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അശാസ്ത്രീയമായ നടപ്പാത നിർമ്മാണവും തകർന്ന കൈവരികളും യാത്രക്കാരുടെ ജീവന് ഭീഷണിയായിരിക്കുകയാണ്. നഗരവികസനത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിലെ വഴിയോരങ്ങളിൽ സ്ഥാപിച്ച ഇരുമ്പ് കൈവരികൾ നിരന്തരം തകർത്ത വാഹനങ്ങൾ പാഞ്ഞു കയറുന്നത് പതിവാകുന്നു. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിലൊന്നായ മൂവാറ്റുപുഴ TB ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അശാസ്ത്രീയമായ നടപ്പാത നിർമ്മാണവും തകർന്ന കൈവരികളും ഇപ്പോൾ യാത്രക്കാരുടെ ജീവന് ഭീഷണിയായിരിക്കുകയാണ്. TB ജംഗ്ഷൻ, കച്ചേരിത്താഴം, നെഹ്റു പാർക്കിന് സമീപത്തുനിന്ന് കച്ചേരിത്താഴം പാലം ആരംഭിക്കുന്ന ഭാഗം, കച്ചേരിത്താഴം പാലം, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലായി 5ലധികം തവണയാണ് അടുത്തിടെ മാത്രം കൈവരികൾ വാഹനാപകടത്തിൽ തകർന്നത്. TB ജംഗ്ഷനിൽ 3 തവണയാണ് വാഹനങ്ങൾ കൈവരിയിലേക്ക് ഇടിച്ചു കയറിയത്. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ തകർന്ന കൈവരികൾ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. തകർന്നു വീണ ഇരുമ്പ് പൈപ്പുകൾ നടപ്പാതയിലും റോഡിലുമായി അപകടകരമായ രീതിയിലാണുള്ളത്. ഇത് കാൽനടയാത്രക്കാരായ പ്രായമായവർക്കും കുട്ടികൾക്കും ഉൾപ്പെടെ വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. റോഡിലേക്ക് തള്ളി നിൽക്കുന്ന തകർന്ന പൈപ്പുകൾ ഇരുചക്രവാഹന യാത്രക്കാർക്കും വലിയ ഭീഷണിയാണ്. വളവിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന വാഹനങ്ങൾ മീഡിയനിലേക്കും നടപ്പാതയിലെ കൈവരിയിലേക്കും പാഞ്ഞു കയറുകയാണ്. മുൻപ് ലോറി മീഡിയൻ തകർത്ത് എതിർവശത്തെ നടപ്പാതയിലെ കൈവരിയിൽ ഇടിച്ചു നിന്നത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. കച്ചേരിത്താഴം പാലത്തിന്റെ കോൺക്രീറ്റ് കൈവരി തകർത്ത് മിനി ലോറി പുഴയിലേക്ക് വീഴുന്ന തരത്തിൽ അപകടകരമായി തൂങ്ങിക്കിടന്നത് സമീപകാലത്താണ്. റോഡ് പലയിടത്തും പല വീതിയിൽ നിർമ്മിച്ചതാണ് പ്രധാന അപകട കാരണമെന്നാണ് ആക്ഷേപമുയരുന്നത്. TB ജംഗ്ഷനിലെ വളവിൽ നടപ്പാതയ്ക്ക് അമിത വീതിയാണുള്ളത്. റോഡിലേക്ക് തള്ളി നിൽക്കുന്ന നടപ്പാതയും കൈവരിയും വേഗതയിൽ വളവ് തിരിഞ്ഞു വരുന്ന വാഹന ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. പലയിടത്തും തകർന്ന ഭാഗങ്ങൾ താൽക്കാലികമായി പുനഃസ്ഥാപിച്ചെങ്കിലും അപകടസ്ഥിതിക്ക് യാതൊരു മാറ്റവുമില്ല. TB ജംഗ്ഷനിലെ അപകട വളവ് നിവർത്തുകയും മധ്യത്തിൽ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുകയും സുരക്ഷാ കൈവരികൾ അടിയന്തരമായി ശാസ്ത്രീയമായ രീതിയിൽ പുനർനിർമ്മിക്കുകയും ചെയ്താൽ മാത്രമേ ഇവിടുത്തെ അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരമാകൂ. കാൽനട യാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ എത്രയും വേഗം ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.